ഹലോ ആർമീസ്, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? അപ്പം നമുക്ക് തെയ്യോങ്ങിൻ്റെ ബസ്സിലോട്ട് പോയാലോ? അങ്ങനെ നിങ്ങൾ ഡോക്ടറിൻ്റെ കൂടെ ബ്ലഡ് കൊടുക്കാനായിട്ട് റൂമിലേക്ക് പോകുന്നു. അങ്ങനെ ബ്ലഡൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ തിരിച്ച് ഇറങ്ങുന്ന ടൈമിൽ തെയ്യോങ്ങാണെങ്കിൽ വാതിലിൻ്റെ അടുത്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തെയ്യോങ്ങിനെ നോക്കുന്നു. അപ്പോൾ തെയ്യോങ്, താങ്ക് യു, താനില്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ അനിയൻ. ഓ, ഇത് തൻ്റെ അനിയനായിരുന്നോ? അവനെൻ്റെ അനിയനാ. അവനിന്ന് ജീവിച്ചിരിക്കാൻ കാരണം തന്നെ താനാ. തന്നോട് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. അത്രയ്ക്ക് കടപ്പാടുണ്ട് തൻ്റെ കൂടെ. ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ അനിയനെ നിങ്ങൾ രക്ഷിച്ചതിന്. ഇത് കേട്ട് നിങ്ങൾ തെയ്യോങ്ങിനെ നോക്കി ഒന്ന് ചിരിക്കുന്നു. അല്ല, തൻ്റെ അനിയൻ എന്താ പറ്റിയത്? അതവൻ്റെ ദേഹത്തേക്ക് ഒരു പോയിസൺ ചെന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഓ, അതായിരുന്നു സംഭവം. ആ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് തൻ്റെ അനിയൻ എന്തെങ്കിലും തല ഇറങ്ങി വീണെന്നാണ്. ഞാൻ വിചാരിച്ച് തല ഇറങ്ങി വീണതിനൊക്കെ എന്തിനാ ഈ ICUവിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ ഇപ്പം താൻ പറഞ്ഞപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. അവനീ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് തല ഇറങ്ങി വീണത്. ഞങ്ങൾ തന്നെ അന്വേഷിച്ച് ഇവിടേക്ക് വന്നതാണ്. എന്നെ അന്വേഷിച്ചു? തന്നെ അന്വേഷിക്കാനാണ് ഞങ്ങളിങ്ങോട്ട് വന്നത്. അല്ല, എന്നെ എന്തിനാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? നിങ്ങളിത് ചോദിച്ചു തീരുന്നതും അപ്പോൾ അവിടേക്ക് ആരോ വരുന്നു. അത് വിയുടെ അമ്മയായിരുന്നു. ഡാ വി, നീ ഇവിടെ എന്ത് ചെയ്യുവാ? എടാ, നീ എൻ്റെ മോനെ ഇന്ന് കൊല്ലാൻ നോക്കി. ഇതിന് ഞാൻ നിന്നെ വെറുതെ വിടുമെന്ന് നീ വിചാരിക്കണ്ട. ഞാൻ ഉറപ്പായിട്ടും ഇതിനുള്ള ശിക്ഷ നിനക്ക് തന്നിരിക്കും. ഇതെല്ലാം കേട്ട് നിങ്ങളാകെ ഷോക്കാവുന്നു. ഇവരെന്തൊക്കെയായി പറയുന്നേ? ഇതെല്ലാം കേട്ട് വിക്ക് ദേഷ്യം വരുന്നു. വി അങ്ങനെ അമ്മയോട് ചൂടാവുന്നു. ദേ, ഇത് ഹോസ്പിറ്റലായതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം ഇവിടെ ക്ഷമിച്ചിരുന്നത്. ഇനി എനിക്കിങ്ങനെ ക്ഷമിച്ചിരിക്കാൻ വരത്തില്ല. നിങ്ങളിനി ഒരിക്കൽ കൂടെ ഈ വാക്ക് എന്നോട് നോക്കി പറഞ്ഞു നോക്കിക്കോ, ഞാൻ കാണിച്ചു തരും. ഡാ, നീ എൻ്റെ മോനെ കൊല്ലാൻ നോക്കിയതും പോരാ, എന്നിട്ട് നീ എന്നോട് ചൂടാവുന്നു. ഞാൻ കൊല്ലാൻ നോക്കിയെന്നോ? ആ, നിങ്ങളെന്താ കണ്ടോ ഞാൻ അവനെ കൊല്ലാൻ നോക്കുന്നത്? നീ തന്നെയാ എൻ്റെ മോനെ കൊല്ലാൻ നോക്കിയത്. നിനക്കേ അവനോട് ഇത്രമേൽ പകയുള്ളൂ. നീ അവനെ സ്നേഹിക്കുന്നതും എല്ലാം എനിക്കറിയാം എന്തിനാണെന്ന്. നീ ഒരു ചാൻസ് കിട്ടിയാലേ എൻ്റെ മോനെ കൊല്ലാൻ നോക്കുന്നു എനിക്ക് തന്നെ അറിയാം. പാവം എൻ്റെ മോൻ. നിൻ്റെ സ്നേഹം യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ച് അവൻ നിന്നെ അമിതമായി സ്നേഹിക്കുക. പക്ഷെ നീയോ? അതിനൊന്നുമല്ല നീ അവനെ സ്നേഹിക്കുന്നത്. നീ അവനെ സ്നേഹിക്കുന്നത് അവനെ കൊല്ലാനായിട്ടാണ്. തെയ്യോങ്ങാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. കൂടെ നിങ്ങളും പോകുന്നു പുറയിൽ. എന്നിട്ട് തെയ്യോങ്ങിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുന്നു, അല്ല, അവരാരാ? അവരെന്തിനാ ഇങ്ങനെയൊക്കെ